ഡിസംബർ മാസത്തിൽ ഇവർക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. കാറ് തല കുത്തി മറിഞ്ഞ് ടയർ മുകളിൽ വന്നു. സംസാരിക്കണതെല്ലാം പരസ്പര ബന്ധമില്ലാതെയായിരുന്നു. പോയിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ പല വഴിക്കിടെയും പോയി ബോധമില്ലാതെ. അപ്പൊ ഡോക്ടർ പറഞ്ഞായിരുന്നത് ഒന്നല്ലെങ്കിൽ ഞാൻ പോവും അല്ലെങ്കിൽ തളർന്നു പോകുന്ന പറഞ്ഞ. രണ്ട് കൈയും കാലും കെട്ടിയിട്ടേക്കുമായിരുന്നു. ഈ കാല് മടക്കി ഇങ്ങനെ കെട്ടിയിട്ടേക്കുമായിരുന്നു കട്ടിലയിലേക്ക്. ഞാൻ സർജറിക്ക് കയറാൻ നേരത്തെ ഞാൻ ആ 37 സങ്കീർത്തനം എൻ്റെ ഹസ്ബൻഡിന്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാ സർജറിക്ക് പോയത്. അത് കണ്ടിട്ട് പലരും പറഞ്ഞു, ഒരു വേട് പോലും തെറ്റാതെ ഇത്രയും ഓർമ്മക്കുറവുള്ള ആളെങ്ങനെയാ പ്രാർത്ഥിച്ചതെന്ന്. യേശു എൻ്റെ സ്വപ്നത്തിൽ വന്ന് എൻ്റെ ലെഫ്റ്റ് കയ്യിൽ വന്ന് പിടിച്ചു. കട്ടിലിന്റെ ലെഫ്റ്റ് കയ്യിൽ വന്നു നിന്ന് ഞാൻ കുരിശിലല്ലേ കിടന്നത്, മോളെ ഞാൻ എൻ്റെ മാറോട് ചേർത്ത് വെച്ചേക്കോ അല്ലാതെ ചോദിച്ചു. പിന്നെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല യേശുവിനോട്. ഓഡിറ്റോറിയത്തിൽ നിന്നും കടന്നു വരുന്നു. ഈ സിസ്റ്റർക്ക് ദൈവം കൊടുത്ത 3 അത്ഭുത സാക്ഷ്യത്തെ പറയുവാനാണ് നമ്മുടെ മുന്നിലായിരിക്കുന്നത്. ഒന്ന്, 2021 പഴയ വീട് വിറ്റ് പുതിയൊരു വീട് വെക്കണമെന്ന് സിസ്റ്റർ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത് മുഴുവനും സാധിച്ചു എന്നാണ് സിസ്റ്റർ നമ്മളോട് പറയുന്നത്. അതേപോലെ തന്നെ 2022 ഡിസംബർ മാസത്തിൽ ഇവർക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഇവർ 5 പേർ സഞ്ചരിച്ചിരുന്ന കാറായിരുന്നു ആക്സിഡന്റിൽ പെട്ടത്. വണ്ടി കണ്ടവർ അതിൽ ഒരാൾ പോലും ജീവനോടെ ഉണ്ടാവില്ല, അതുപോലെ വണ്ടി തകർന്നു പോയി. എന്നാൽ ഒരാൾക്ക് ഒരു പോറൽ പോലും ഇല്ലാതെ ദൈവം രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതേപോലെ 2023 ഡിസംബറിൽ തനിക്ക് ബ്രെയിൻ ട്യൂമർ വന്നു. ഡോക്ടർ പറഞ്ഞത് ഒരു വശം തളർന്നു പോകും അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ്, എന്നാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ദൈവം തിരിച്ചു വരുത്തിയെന്നാണ് സാക്ഷ്യം പറയുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചി, നമ്മുടെ ടൗൺ ഹാളിൽ മീറ്റിംഗ് തുടങ്ങിയ കാലഘട്ടം മുതൽ എപ്പോഴും വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവം കരുതിയ കരുതൽ വലുതാ. ട്യൂമർ വിട്ടുപോയി, ഇത് ആക്സിഡന്റ് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കാറ് തല കുത്തി മറിഞ്ഞ് ടയർ മുകളിൽ വന്നു. എന്നിട്ടാണ് അതിനടുത്തും കൂടാതെ ആർക്കും ഒരു ആപത്ത്, ഒരു പോറൽ പോലും വരാതെ വണ്ടി തലകുത്തി കിടക്കും. പക്ഷേ പോറലൊന്നും ഇല്ല. കർത്താവിന്റെ കരുതലിന് കൈയടിച്ച് നന്ദി പറഞ്ഞേ. ട്യൂമർ വന്നു, വീട് വന്നു, വീട് കർത്താവ് കൊടുത്തു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ. വന്നപ്പോ എനിക്ക് 3 ആഴ്ചയോളം ഒരു ബോധം ഉണ്ടായിരുന്നില്ല, ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സംസാരിക്കണതെല്ലാം പരസ്പര ബന്ധമില്ലാതെയായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് ഒരു സ്കൂളിൽ ജോലി കിട്ടിയായിരുന്നു. 2 ദിവസം ഞാനവിടെ പോയി. പോയിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ പല വഴിക്കിടെയും പോയി ബോധമില്ലാതെ. പക്ഷെ അവിടെ നിന്നൊക്കെ എനിക്ക് ഒരു ആപത്തും വരാതെ എന്നെ ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്ന് രക്ഷിച്ചു കൊണ്ടുവന്നു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ. പിന്നെ അറിയണത് ഞാൻ 3 മാസം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം അറിയണത്. അപ്പൊ ഡോക്ടർ പറഞ്ഞായിരുന്നത് ഒന്നല്ലെങ്കിൽ ഞാൻ പോവും അല്ലെങ്കിൽ തളർന്നു പോകുന്ന പറഞ്ഞ. അതൊന്നുമില്ലാതെ കർത്താവ് നമ്മളെ കരുതി. സർജറി ചെയ്ത് അന്ന് രാത്രി ഞാൻ ICU കിടന്ന് യേശുവിന്റെ വചന പറഞ്ഞത് 27 യഹോവന്റെ ഇടയനാകുന്നു എന്നുള്ളത് ഒരു 8-9 പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് കണ്ടു. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവിന്റെ മാർക്ക് കൊടുത്ത ഡെലിവറൻസിനായി, സൗഖ്യത്തിനായി നന്ദി. യേശു എന്നെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അതിനു മുമ്പ് ബ്രദർ പറയായിരുന്നു, എന്നെ ജോണേന്ന് വിളിച്ച് യേശു അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അത് ബ്രദർ വെറുതെ പറയണേന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നെ 2 കൈയും കാലും കെട്ടിയിട്ടേക്കുമായിരുന്നു. ഈ കാല് മടക്കി ഇങ്ങനെ കെട്ടിയിട്ടേക്കുമായിരുന്നു കട്ടിലയിലേക്ക്. അപ്പൊ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വയലന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് കെട്ടിയിട്ടേന്നൊക്കെ. ICUവിലെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരിതപൂർണ്ണമാണ്. ഞാൻ രാത്രി 11 മണി ആയപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അപ്പോൾ എനിക്ക് CT സ്കാൻ എടുക്കാൻ കൊണ്ടുപോയി. ആ പോണ വഴിക്ക് ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു, എന്നെ എന്തിനാ അങ്ങനെ കെട്ടിയിട്ടേക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിപ്പും കൊണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല അതിനോട്. എന്നിട്ട് ഞാൻ അവിടെ വന്ന് കിടന്ന് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. യേശു എനിക്ക് വേണ്ടിയിട്ട് മരിച്ചതാണെന്നല്ലേ പറയണേ. ഒത്തിരി യേശുവിനെ വിളിച്ച, വേറെ ഒന്നും വിളിച്ചല്ല കരഞ്ഞത്. യേശുവിനെ വിളിച്ച് കരഞ്ഞു കഴിഞ്ഞ് ഞാനൊന്ന് മയങ്ങിപ്പോയപ്പോൾ യേശു എൻ്റെ സ്വപ്നത്തിൽ വന്ന് എൻ്റെ ലെഫ്റ്റ് കയ്യിൽ വന്ന് പിടിച്ചു. കട്ടലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിന്ന്. എന്നിട്ട് യേശുവിനോട് ഞാൻ പറഞ്ഞു, യേശു അപ്പാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അപ്പം പറഞ്ഞു, യേശു അപ്പച്ചൻ്റെ കര എന്നെ കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, യേശു അപ്പം എൻ്റെ കയ്യും കാലും കെട്ടിയിട്ടേക്കണ കണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു അപ്പം അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എൻ്റെ തല അനക്കാൻ പറ്റണല്ലോ പറഞ്ഞു. അപ്പം തലയിലെ സർജറി എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഇവിടം താഴത്തേക്കായിരുന്നു. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ യേശു അപ്പം പറഞ്ഞു, മോളെ എൻ്റെ തലയിലെ മുൾക്കിരീടം കണ്ടു എന്ന് ചോദിച്ചു.
അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കുരിശിലല്ലേ കിടന്നത്, മോളെ ഞാൻ എൻ്റെ മാറോട് ചേർത്ത് വെച്ചേക്കോ അല്ലാതെന്ന് ചോദിച്ചു. പിന്നെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല യേശുവിനോട്. അത് കഴിഞ്ഞിട്ട് യേശു എന്നെ ICUവിൽ കൊണ്ടുപോയി. അവിടെയൊക്കെ കൊണ്ടുപോയി പിള്ളേർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, അവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കിടന്നുകൊണ്ട് അലയുക, കിടന്നുകൊണ്ട് അവരെ വചനം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു. ബോധമില്ലാതിരുന്ന സമയത്ത് ഞാൻ ആംബുലൻസ് സ്വപ്നം കണ്ടു. അപ്പൊ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു, എന്റെ വശത്ത് 1000 പേരും എന്റെ വലത് വശത്ത് 1000 പേരും വീഴും, ഒന്നും എന്നോട് അടുക്കുകയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിന് അടുക്കില്ല എന്ന് പറഞ്ഞു. യേശുവിനെ നന്ദി പറഞ്ഞ് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് തന്ന അത്ഭുതങ്ങൾക്ക് നന്ദി കേട്ടോ. ഡോക്ടർ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഡോക്ടറോട്, ഡോക്ടറെ ക്രിസ്മസ് ആവും, എൻ്റെ വീട്ടിൽ പിള്ളേർ മാത്രമേ ഉള്ളൂ, കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് വന്നു, ഈ വർഷവും ഞങ്ങൾക്ക് ക്രിസ്മസ് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇവിടം തൊട്ട് ദേവടം വരെ നടന്നിട്ട് അവിടം തൊട്ട് തിരിച്ച് നടക്കുവാണെങ്കിൽ ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പം പറയുമ്പോൾ ഡോക്ടർക്കും വിശ്വാസമില്ല, കേട്ട് നിന്നവർക്കും വിശ്വാസമില്ല. പക്ഷെ ഞാൻ എൻ്റെ കർത്താവേ എന്നെ നടത്തണേന്ന് പ്രാർത്ഥിച്ച് യേശുവിനെ വിളിച്ച് ഓരോരുത്തരുടെ കയ്യെ പിടിച്ച് നടന്നു. 5 ദിവസം, അത്രയും വലിയ സർജറി കഴിഞ്ഞിട്ട് 5 ദിവസം ഞാൻ ഡിസ്ചാർജായി. അപ്പോൾ പോരാൻ നേരത്ത് നേഴ്സിംഗ് സൂപ്രണ്ടിനോട് ഡോക്ടർ പറഞ്ഞു, ഒരു മിറാക്കിൾ സംഭവിച്ചാന്ന് പറഞ്ഞു. എന്റെ സർജറി കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ജോലിക്ക് പോവുകയും ചെയ്തു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം ഓരോ വഴികളെയും നമ്മളെ നടത്തുക. ഞാൻ ഒത്തിരി വർഷമായി ഇവിടെ വരണോ. അപ്പൊ ഈ ബ്രദർ ഓരോരുത്തരെ സുഖപ്പെടുത്തുമ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നെ മാത്രം വിളിക്കണില്ലല്ലോ, എന്നെയും വിളിക്കണില്ലല്ലോ എന്നൊക്കെ. ഇത്രയും പരിചയമായിട്ടും ബ്രദർ എന്നെ വിളിക്കണില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ വഴികൾ എന്നെ ഇച്ചിരിയോടെ പണിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചിലപ്പോൾ ബ്രദർ സുഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ സുഖപ്പെട്ടു പോകും. പക്ഷേ ആ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ ബ്രദർ എന്നെ പഠിപ്പിച്ചത്. ഞാനൊരു ക്രിസ്ത്യാനി വീട്ടിൽ ജനിച്ചതാണ്. പക്ഷേ ആ ബ്രദറിൻ്റെ വചനങ്ങളും കൊറോണ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഒരു രക്ഷ ആരാ ഉള്ളതെന്ന് വിചാരിച്ചു. പക്ഷെ ജീസസ് ടൈം തുടങ്ങിയപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ശക്തിയും ബലവും ഒക്കെയാണ് തോന്നിയത്. ഞങ്ങൾക്ക് വീട് അന്വേഷിക്കുന്ന സമയത്ത്, സ്ഥലം അന്വേഷിക്കുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ചയും ലോക്ക്ഡൗണാണ്, അല്ലാത്ത ദിവസമൊക്കെ ഹസ്ബൻഡ് ജോലിക്ക് പോകണം. അപ്പം ഞാൻ ആ വാടകയ്ക്ക് താമസിച്ച വീടിൻ്റെ ജനലിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു, യേശു അപ്പ ഈ കിടക്കുന്ന സ്ഥലം എനിക്ക് കിട്ടണം, ഈ കിടക്കുന്ന സ്ഥലം എനിക്ക് കിട്ടണം എന്നും പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ ബ്രദർ ഇങ്ങനെ നടക്കുമ്പോൾ സുവിശേഷത്തിന് പോകുമ്പോൾ 2 സൈഡിലും കൈവച്ച് പ്രാർത്ഥിക്കുന്നു ബ്രദർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും. അങ്ങനെ പ്രാർത്ഥിച്ച് ആ സ്ഥലം അവർ വിൽക്കണില്ല, ഇപ്പം വിൽക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലം ഞങ്ങൾക്ക് തന്നെ കിട്ടി. ഞങ്ങൾക്ക് കിട്ടി, കുറേ പേർക്കും കിട്ടി, ഞങ്ങൾക്കും കിട്ടി അതിൻ്റെ കൂടെ. അതുപോലെ ഞാൻ 8 സെന്റിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബ്രദർ ആ ജീസസ് ടൈമിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു, 8 സെന്റ് സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ ഒരു അമ്മ പ്രാർത്ഥിച്ചോ പറഞ്ഞു, എനിക്ക് 8 സെന്റ് സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാണാവുന്നു, ഞാൻ കുറഞ്ഞത് 10 സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ടേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഏറ്റെടുത്ത് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് 11 സെന്റ് സ്ഥലം കിട്ടി. ആ പ്ലോട്ട് 5-8 പേര് ആ സ്ഥലം മേടിച്ചു. പക്ഷെ ഏറ്റവും ആദ്യം വീട് വെക്കാൻ പറ്റിയത് ഞങ്ങൾക്കാ. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കണത് വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ എന്നാ. കൈയടിച്ച് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാ കേട്ടോ. ഇത്രയും വചനം പഠിപ്പിച്ചത് ഈ ബ്രദറിൻ്റെതാ. അതുപോലെ കൊറോണയുടെ സമയത്ത് ഒരു കുട്ടി വിളിച്ച് ബ്രദറിനോട് സങ്കടം പറയുക, അതിനെക്കുറിച്ച് അയലക്കംകാരൻ എന്തൊക്കെയോ പറയുമെന്ന്. അപ്പൊ ബ്രദർ കേട്ടിരുന്നിട്ട് ബ്രദർ ക്ഷമയോട് ചോദിച്ചു, മോക്ക് ബൈബിളിൽ വചനം ഒരെണ്ണം പറയാൻ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഉവ്വ എനിക്ക് പറയാൻ അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ പറയാൻ പറഞ്ഞിട്ട് അത് പറയണില്ല. അപ്പോൾ ബ്രദർ പറഞ്ഞു, മോള് അവർ പറഞ്ഞത് ഇവർ പറഞ്ഞ എല്ലാം ബൈഹാർട്ടാക്കി വെച്ചേക്കുക, ബൈബിളിലെ വചനങ്ങൾ എന്തെങ്കിലും മോക്കറിയാവോ, ദൈവത്തിന് മോളെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ അന്ന് തൊട്ട് വചനം പഠിച്ചു തുടങ്ങി, എനിക്ക് പറയണമെന്ന് വിചാരിച്ച്. എനിക്ക് ഓർമ്മക്കുറവുണ്ട്, എനിക്ക് തലയിലെ ട്യൂമറിൻ്റെ വിഷമമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഞാൻ ആ ICU കിടന്ന് എല്ലാവർക്കും വചനം കൊടുത്തു, ഇതുപോലെ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും പറ്റി. എനിക്ക് വചനം ഓർക്കാതെ ഞാൻ സർജറിക്ക് കയറാൻ നേരത്ത് എൻ്റെ കസിൻസ് 3-4 ആണുങ്ങൾ റൂമിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ 37-ാം സങ്കീർത്തനം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് സർജറിക്ക് പോയത്. അത് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. അപ്പം അത് കണ്ടിട്ട് പലരും പറഞ്ഞു, ഒരു വേട് പോലും തെറ്റാതെ ഇത്രയും ഓർമ്മക്കുറവുള്ള ആളെങ്ങനെയാ പ്രാർത്ഥിച്ചതെന്ന്. എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. ചേച്ചിയുടെ കയ്യിൽ എന്തോ ഉണ്ട്, സങ്കീർത്തനം ഉണ്ട്, ആ വീഡിയോ ഉണ്ടെന്നല്ലേ? ഇതൊന്ന് കാണേണ്ട കാര്യം കേട്ടോ. ആ വീഡിയോ എടുത്ത് വെച്ചേക്കുവാ. അതായത് ബോധമില്ലാത്ത സമയത്ത് സങ്കീർത്തനം പറയുന്നതാ കാണുന്നേ. എനിക്ക് ഓർമ്മയില്ല,
പിന്നെ 2 മാസം 3 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയണത്. താങ്ക് യു. സന്തോഷമായിട്ട് പോയത്.